അശ്വതി, നമ്മളിനി കരിമ്പനിക്കൽ ഹാളിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഏതാണ്ട് 1/2 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ കരിമ്പനിക്കൽ ഹാള്. ഇവിടെ അവസാനമായിട്ട് ആ 4 പേരും കൈകോർത്ത് നടന്ന ആ 4 പേർ ഒരുമിച്ച് ഇവിടെ ലോകത്തോട് യാത്രാമൊഴി ചൊല്ലുകയാണ്. അവരുടെ അവസാന കാഴ്ച, അവരെ അവസാനമായി നാട് കാഴ്ച അവരവസാനമായി കാണുകയാണ്. നമുക്ക് എത്രമാത്രം ആ ദൃശ്യങ്ങൾക്ക് വിവരണങ്ങൾ നൽകാനാകുമെന്നൊന്നും പറയാനാകില്ല. കാരണം ഒരു കുട്ടിയോട് യാത്രാമൊഴി ചൊല്ലുമ്പോൾ തന്നെ ഈ ഒരു നാട് മുഴുവൻ ഓരോ വീടുകളിലും വിലാപത്തിൻ്റെ ആഴങ്ങളിലായിരുന്നു. ഈ 4 പേരും ഒരുമിച്ച് കിടത്തി അവർക്ക് അവസാനമായിട്ട് അവരെ കാണുവാൻ എല്ലാവരും ഒരുമിച്ചെത്തുന്ന ആ ഒരു സമയം എത്രമാത്രം ഹൃദയഭേദകമാണെന്ന് പറയാനാകില്ല. നമുക്കവിടെ മറ്റൊരു ആംബുലൻസ് കൂടി വരുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഓരോ വീടുകളിൽ നിന്നും 4 വീടുകളിൽ നിന്നും കുട്ടികളുടെ മൃതദേഹങ്ങൾ ഹാളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ദൃശ്യങ്ങളിൽ കാണാം, മറ്റൊരു ആംബുലൻസ് അവിടെ തിരിക്കുന്നുണ്ട്. അതിലും ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം കയറ്റും. നമുക്ക് അല്പസമയത്തിനകം കരിമ്പനിക്കൽ ഹാളിലെ ദൃശ്യങ്ങൾ ലഭ്യമാക്കാനാകാം. നമുക്ക് ഇവിടെ നിന്നും അങ്ങോട്ട് മാറേണ്ടതുണ്ട്. അശ്വതി, 5 നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ കരിമ്പനിക്കൽ ഹാളിലെത്തി അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ശരി അനുമോദ്, എന്തായാലും ഇന്നലെ വൈകിട്ട് 3:40 ആയിരുന്നു അപകടം, നാടിനെ നടുക്കിയ അപകടം നടന്നത്. പാലക്കാട്ട് നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് സിമന്റ് കയറ്റി വന്ന ലോറിയുടെ മുൻവശത്ത് എതിർദിശയിൽ നിന്ന് വന്ന ലോറിയുടെ പിൻഭാഗം ഇടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട് സിമന്റ് ലോറി ഇടത്തേക്ക് തെന്നി റോഡരികിൽ നിന്നിരുന്ന ഈ 4 കുട്ടികളുടെയും ദേഹത്തേക്ക് മറിയുകയായിരുന്നു. 4 കുട്ടികളും സിമന്റ് ലോറിക്ക് അടിയിലായിരുന്നു. 5 പേരായിരുന്നു അവർ ഉണ്ടായിരുന്നതിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. ഈ വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് മറിഞ്ഞ സിമന്റ് ലോറിക്ക് 35 ടൺ ഭാരമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത്രയും ഭാരമുള്ള ലോറി അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ഒന്ന് പിന്നിലേക്ക് മാറാൻ പോലും ആലോചിക്കാൻ പോലും സമയം കൊടുക്കാതെ പെട്ടെന്നെത്തിയ ഒരു അപകടം. ആ അപകടത്തിൽ ആ സമയം തന്നെ അവരുടെ ജീവൻ പൊലിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. 4 പേരെയും വളരെ പണിപ്പെട്ട് ലോറിക്കടിയിൽ നിന്നെടുത്ത് ആശുപത്രികളിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോഴും അജ്ന വലിയ ഇവരിൽ ഈ 5 പേരുണ്ടായിരുന്നു. അതിൽ രക്ഷപ്പെട്ട കുട്ടിയാണ് അജ്ന ഷെറിൻ. അജ്ന ഇപ്പോഴും വലിയ ദുഃഖത്തിലാണ്. ഇപ്പോഴും ആ അപകടത്തിൻ്റെ വിറയലിൽ നിന്ന് തിരിച്ചെത്തിയിട്ടില്ല. ഈ റോഡിനെ കുറിച്ചുള്ള ഈ അപകട പാതയാണിത്, അപകട മേഖലയാണിത് എന്നുള്ളതാണ്. നിരവധി മണിക്കൂറുകൾ അവിടെ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു പ്രതിഷേധിച്ചിരുന്നു. സ്ഥിരം അപകടം നടക്കുന്ന സ്ഥലമാണത്. റോഡ് നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കുന്നതിൽ ഇപ്പോഴും അലംഭാവം തുടരുന്നു എന്ന പ്രതിഷേധം ഒരു വശത്ത് ഉയരുന്നുണ്ട്. കരിമ്പ പനയമ്പാടത്ത് ആണ് അപകടം ഉണ്ടായത്. കോഴിക്കോട് ദേശീയപാതയിലാണ് ഈ പനയമ്പാടം. ദേശീയപാതയിലാണ് ഈ അപകട മേഖലയായ പനയമ്പാടം ഉള്ളത്. റോഡിന്റെ വീതിയൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും ഈ അപകടങ്ങൾക്ക് ഇപ്പോഴും കുറവില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. നിർമ്മാണത്തിലെ അപാകത തന്നെയാണ് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് കരിമ്പനിക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് 2 മൃതദേഹങ്ങൾ, കുട്ടികളുടെ മൃതദേഹങ്ങൾ എത്തിക്കുകയാണ്. അവിടെ ഒരുമിച്ച് അവരുടെ പൊതുദർശനം ഉണ്ടാകും. ഇപ്പോൾ കരിമ്പനിക്കൽ ഓഡിറ്റോറിയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 8 മണി മുതലാണ് ഇവിടെ പൊതുദർശനം പറഞ്ഞിരുന്നത്. ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 6 മിനിറ്റ്. ഇനിയിപ്പോൾ ഇവിടെ 10 മണി വരെ ഇവിടെ പൊതുദർശനം ഉണ്ടാകും. നിരവധി ആളുകൾ ഇനിയും അവരെ കാണാനുണ്ട്. അവസാനമായി അവരെ കാണാനായി നിരവധി സ്ഥലങ്ങളിൽ നിന്നുള്ള അവരുടെ ബന്ധുക്കളടക്കം അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവർക്കൊക്കെ ഇനി ഇവിടെയാണ് കാണാനാവുക. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് കരിമ്പനിക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് കുട്ടികളുടെ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. നൊമ്പര കാഴ്ചകളാണ് പനയമ്പാടത്ത് നിന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ അപകടത്തിൻ്റെ
ഞെട്ടലിൽ നിന്ന് മാറാത്ത ഒരു നാട്. അവർ 4 കുട്ടികൾക്കും അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ഇന്ന് 10:30 അവരുടെ ഖബറടക്കം നടക്കുക. തുപ്പനാട് ജുമാ മസ്ജിദിലാണ് 10:30 ഖബറടക്കം നടക്കുക. ചെറുള്ളി അബ്ദുൽ സലാമിന്റെ മകൾ ഇർഫാൻ അഷറിൻ, അബ്ദുൽ റഫീഖിന്റെ മകൾ റിത ഫാത്തിമ, സലാമിന്റെ മകൾ നിദ, ഷറഫുദ്ദീന്റെ മകൾ AS ആയിഷ. ഈ 4 കുട്ടികൾ, സുഹൃത്തുക്കളായിരുന്ന 4 കുട്ടികൾ, അവർ ഒരുമിച്ച് മടങ്ങുകയാണ്. ഇപ്പോൾ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് 2 മൃതദേഹങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ഇനി 2 മൃതദേഹങ്ങൾ കൂടി അങ്ങോട്ടേക്ക് എത്താനുണ്ട്. ഒന്നിച്ചാണ് അവരുടെ പൊതുദർശനം അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കരിമ്പന ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഈ 4 പേരും. 5 കുട്ടികളാണ് ഇന്നലെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴി അപകടത്തിൽ പെട്ടതെങ്കിലും അജ്ന ഷെറിൻ ഇവർക്കൊപ്പമുണ്ടായിരുന്ന കുട്ടി അത്ഭുതകരമായി തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഈ നിതയുടെ ബന്ധുകൂടിയായിരുന്നു, മരിച്ച റിതയുടെ ബന്ധുകൂടിയായിരുന്നു ഈ അജ്ന എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിതയുടെ റൈറ്റിംഗ് ബോർഡും എക്സാം എഴുതുന്ന ബോർഡും ക്വസ്റ്റ്യൻ പേപ്പറും അവരുടെ ചോറ്റുപാത്രവും എല്ലാം ഈ അജ്നയുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് തിരികെ ഏൽപ്പിക്കും മുമ്പ് വിട പറഞ്ഞതിൻ്റെ ഒരു ഞെട്ടലും ആഘാതവും ഒന്നും അജ്നയ്ക്ക് ഇതുവരെ മാറിയിട്ടില്ല. ഈ സ്ഥിരം അപകട മേഖലയായ ഈ റോഡിനെ കുറിച്ചുള്ള ചർച്ചകൾ അതൊരു വഴിക്ക് നടക്കുകയാണ്. അതേസമയം ദുഃഖം താങ്ങാനാകുന്നില്ല പനയമ്പാട്ട് ഈ നാടിന് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പൊതുദർശനം തുടങ്ങിയപ്പോൾ തന്നെ നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുറകു വശത്തിലൂടെ എല്ലാവരും കാണാൻ വേണ്ടി കയറി വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഫ്രണ്ട് ഡോറിലൂടെ അത് കണ്ട് ഇറങ്ങി പോകുന്ന ഒരു വഴിയാണ്. അത് തടസ്സം സൃഷ്ടിക്കരുത്. വൈറ്റ് ഗാർഡിന്റെ ശ്രദ്ധയ്ക്ക് ഫ്രണ്ട് ഡോറിൽ കാണാനുള്ളവരെ കടത്തിവിടരുത്, പുറകിലേക്കൂടെ കടത്തിവിടണമെന്ന് അറിയിക്കുന്നു. വൈറ്റ് ഗാർഡിന്റെ ശ്രദ്ധയ്ക്ക് സ്ഥിരം അപകട മേഖലയാണ് ഇത് എന്നുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം. വാഹനങ്ങൾ ഓടുന്ന വഴി വളരെ മിനുസമുള്ള ഒരു പ്രദേശമാണ് എന്നുള്ള ആരോപണവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് നവീകരിച്ചതായുള്ള വാർത്തകളുണ്ട്, ആ റോഡ് പരുക്കനാക്കിയതായുള്ള വാർത്തകളുണ്ട്. പിന്നെയും അത് വാഹനങ്ങൾ ഓടി മിനുസമുള്ളതായി മാറി. അതൊക്കെ അപകടത്തിന് വലിയ കാരണമായി എന്നാണിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും 4 പെൺകുട്ടികളുടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 പെൺകുട്ടികളുടെ മരണത്തിനിടയാക്കിയ വലിയ അപകടം, അതിൻ്റെ ദുഃഖം താങ്ങാനാകാതെ നാട് ഒന്നടങ്കം ഇപ്പോൾ ആ പൊതുദർശനം നടക്കുന്ന കരിമ്പനയ്ക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 2 പേരുടെ മൃതദേഹം ഇപ്പോൾ അവിടെ എത്തിച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. 2 പേർ ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത്, മറ്റ് 2 പേർ മറ്റൊരു ക്ലാസ്സിൽ. അങ്ങനെയാണെങ്കിൽ പോലും ഇടവേളകളിൽ, ഇന്റർവെൽ സമയത്തൊക്കെ എപ്പോഴും ഒരുമിച്ച് നടക്കുന്ന കൂട്ടുകാരികളായിരുന്നു ഇവർ എന്നുള്ളതാണ്. വീടിന് അടുത്താണ് 4 പേരും താമസിക്കുന്നത്. ഒരുമിച്ചാണെന്നും സ്കൂളിൽ പോകുന്നത് തിരിച്ചു വരുന്നതും. ഇപ്പോൾ കരിമ്പനയ്ക്കൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. CV അനുമോദ് അവിടെ തുടരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നു. ജില്ലാ കളക്ടർ അങ്ങോട്ടേക്ക് എത്തുന്നു. പൊതുദർശനം അവിടെ ആരംഭിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പൊതുദർശനം തുടങ്ങും. 2 വിദ്യാർത്ഥികളുടെ മൃതദേഹം അവിടെ എത്തിച്ചിട്ടുണ്ട്. കരിമ്പനയ്ക്കൽ ഹാൾ മന്ത്രിമാരായ K കൃഷ്ണൻകുട്ടിയും MP രാജേഷും എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജില്ലാ കളക്ടർ അങ്ങോട്ടേക്ക് എത്തി. മന്ത്രിമാരും അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും എന്ന് മനസ്സിലാക്കുന്നു. 4 പെൺകുട്ടികളുടെ ജീവനാണ് ഈ അപകടത്തിൽ പൊലിഞ്ഞത്. ഇപ്പോൾ തുപ്പനാട് കരിമ്പനയ്ക്കൽ ഹാളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. സുഹൃത്തുക്കളും ബന്ധുക്കളും അവിടെ വീട്ടിൽ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇനി കാണാനുള്ളവർ ഈ ഹാളിലേക്കാണ് എത്തുക. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനുമോദ്.